നേരത്തെ കിരൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അന്തരിച്ച മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വാക്കുകൾ തന്നെയാണ്. തലനരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വവും തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും എന്നുള്ളതാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം നിതീഷ് കുമാറിന് എതിരെ ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തേജസ്വി യാദവ് പലപ്പോഴും അത് പറയുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. യുവത്വമാണ് നയിക്കേണ്ടതിനി ബീഹാറിനെ എന്നാണ്. പക്ഷേ തലനരച്ച യുവാവാണ് താൻ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നിതീഷിൻ്റെ പോരാട്ടം. അവിടെ 84 റാലികളിൽ നിതീഷ് കുമാർ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും നേരിട്ട് പങ്കെടുത്തു എന്നതാണ് എടുത്തു പറയേണ്ടത്. 2 രാഷ്ട്രീയ അധികായന്മാർ ആണല്ലോ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നത്. കിരൺ, അതിൽ ആദ്യം പറയേണ്ടത് ലാലു പ്രസാദ് യാദവിനെ തന്നെയാണ്. അതാണ് ഞാൻ ആവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും, അതായത് പതിറ്റാണ്ടുകളായി അധികാരത്തിന് പുറത്തിരിക്കുന്ന ലാലു പ്രസാദ് യാദവിനെ കുറിച്ച്, ആ ലാലുവിൻ്റെ കാലഘട്ടത്തിലെ ജംഗിൾ രാജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് NDAക്ക് പ്രചാരണം നടത്തേണ്ടതായി വരുന്നു. 15 വർഷത്തെ ലാലുവിൻ്റെ ഭരണവും നിതീഷിൻ്റെ ശേഷമുള്ള ഭരണവും നിങ്ങൾ തന്നെ താരതമ്യം ചെയ്ത് നോക്കൂ എന്ന് വോട്ടർമാരോട് പറയേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ലാലുവിൻ്റെ പേരായിരുന്നല്ലോ. ലാലുവാകട്ടെ രാജ്യത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ചാണക്യന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നേതാവാണ്. ഇതുവരെയും BJPയുമായി കൈകൊടുക്കാത്ത, കൂട്ടുകൂടാത്ത രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണല്ലോ. ലാലുവിൻ്റെ ഭാവി, അല്ലെങ്കിൽ ലാലുവിൻ്റെ പാർട്ടിയുടെ ഭാവി, അതോടൊപ്പം തന്നെ ലാലുവിൻ്റെ ചരിത്രം, അതിപ്പോഴും ബീഹാറിൽ എത്രത്തോളം പ്രസക്തമാണ്? അഭിലാഷ്, ലാലു പ്രസാദ് യാദവ് ഒരു കാലത്ത് പൂർണ്ണമായും ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഒറ്റ നേതാവിനെ ഒരു അച്ചുതണ്ടായി നിന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ബീഹാർ രാഷ്ട്രീയം നിന്നിരുന്നത് തന്നെ. അവിടെ നിന്നാണ് 2005-ൽ അത് നിതീഷിലേക്ക് എത്തുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ പാറ്റ്നയിൽ ജനിച്ച ലാലു നന്നേ ചെറുപ്പത്തിൽ തന്നെ പാറ്റ്ന യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ നിന്ന് 2 തവണ ജനറൽ സെക്രട്ടറി ആവുകയും പിന്നീട് പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റ്, JP മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ലാലു പ്രസാദ് യാദവ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ലാലുവിൻ്റെ ഒരു 29ാമത്തെ വയസ്സിലാണ് അദ്ദേഹം MP ആവുന്നത്. അപ്പോഴാലോചിക്കണം, 29-30 വയസ്സിന് മുമ്പ് തന്നെ ലാലു പ്രസാദ് യാദവ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവായി വന്നിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവായി, പറ്റ്ന യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന കാലത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയ മൂവ്മെൻറ്റുകളുടെയൊക്കെ ഭാഗമായി നിന്ന ഒരു നേതാവ് കൂടിയാണ് ലാലു പ്രസാദ് യാദവ് എന്ന് ഓർക്കണം. അങ്ങനെ ഉദിച്ചുയർന്ന ഒരു നേതാവാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം പല പ്രധാനപ്പെട്ട കർപ്പൂരി താക്കൂർ അടക്കമുള്ള, അല്ലെങ്കിൽ BP സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു പാരമ്പര്യം കൂടിയുള്ള നേതാവാണ്. വലിയ ഒറേറ്ററായിരുന്നു ലാലു പ്രസാദ് യാദവ് നല്ല ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ബീഹാറിലാകെ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന, രാഷ്ട്രീയത്തെ സ്വയം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവ് എന്നുള്ളതായിരുന്നു. ലാലുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത്, ഒരിക്കൽ പോലും ഏതെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ലാലു ഒരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ല. ലാലുവിനെതിരെ വലിയ കേസുകൾ വരുന്നു, ലാലുവിനെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോഴൊന്നും പാർട്ടി കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 0-ലേക്ക് ലാലുവിൻ്റെ പാർട്ടിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഒരിക്കൽ പോലും BJPയുമായോ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷികളുമായോ ഒരിക്കൽ പോലും സന്ധി ചെയ്തിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഈ വ്യക്തികളെ ആശ്രയിച്ച് നിൽക്കുന്ന 2 നേതാക്കൾ മാത്രമേ അത്തരത്തിൽ കാണൂ. ഒന്ന് ലാലു പ്രസാദ് യാദവാണ്, 2 മുലായം സിംഗ് യാദവാണ്. ലാലു പ്രസാദ് യാദവാണ് BP സിംഗിൻ്റെ സർക്കാർ നിൽക്കുമ്പോൾ, ലാലുവിൻ്റെ പാർട്ടിയുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ BJP പിന്തുണയോടുകൂടിയാണ് അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നത് ഓർക്കണം. അവിടെയാണ് രഥയാത്രയുമായി വരുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വരുന്ന ഘട്ടത്തിൽ രഥയാത്രയുമായി വരുന്നു. ആ രഥയാത്ര വരുമ്പോൾ ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച അന്നത്തെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഏറ്റവും കരുത്തനായ നേതാവ് LK അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയാണ്, ഈ രഥയാത്ര തടയുകയാണ്. അതോടുകൂടിയാണ് ലാലു പ്രസാദ് യാദവ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു മുസ്ലിം വിഭാഗത്തിനിടയിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിനിടയിലും ഒക്കെ തൻ്റെ ശക്തി, പിന്നോക്ക വിഭാഗത്തിനിടയിൽ നേരത്തെ തന്നെ ലാലു പ്രസാദ് യാദവിനുണ്ടായിരുന്ന ശക്തി, അതിനപ്പുറത്തേക്ക് മുസ്ലിം വിഭാഗത്തെ കൂടി കൂടുന്നു. ഈ യാദവ വോട്ടും OBC വോട്ടുകൾക്കൊപ്പം ഈ മുസ്ലിം വോട്ടുകൾ കൂടി ചേരുന്നതോടുകൂടിയാണ് ലാലു പ്രസാദ് യാദവ് ആ തരത്തിലേക്ക് മാറുന്നത്. കർപ്പൂരി താക്കൂറൊക്കെ ലാലു പ്രസാദ് യാദവിൻ്റെ, ഇപ്പോൾ BJP കർപ്പൂരി താക്കൂറിന് വേണ്ടി പ്രത്യേകമായി പരിഗണിക്കുമ്പോൾ കർപ്പൂരി താക്കൂർ ലാലുവിൻ്റെ രാഷ്ട്രീയ ഗുരു കൂടിയാണ്. അദ്ദേഹമൊക്കെ ഇംഗ്ലീഷിനെതിരെ, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോഴാണ് ഇംഗ്ലീഷിനെതിരെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്കൂൾ സിലബസിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നത്. ലാലു പ്രസാദ് യാദവാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മടക്കി കൊണ്ടുവരുന്നത് എന്നതുകൂടി ആലോചിക്കണം. പലപ്പോഴും ലാലുവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൊക്കെ എതിർപ്പുണ്ടായിരിക്കുമ്പോഴും അത്തരം പുരോഗമനപരമായ ആശയങ്ങൾ കൂടി അവിടെ നടപ്പാക്കുകയും ചെറുപ്പക്കാരുടെ വലിയ തോതിലുള്ള പിന്തുണയൊക്കെ നേടിയെടുത്ത നേതാവ് കൂടിയാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം അഴിമതി കേസിൽപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറേണ്ടി വരുമ്പോൾ
തൻ്റെ ഭാര്യ റാബ്രി ദേവിയെ കൊണ്ടുവരുന്നു. റാബ്രി ദേവിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ 2005 വരെ അധികാരം തുടർന്ന് നിലനിർത്താൻ ലാലു പ്രസാദ് യാദവിന് കഴിയുന്നു. UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര റെയിൽ മന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച റെയിൽ മന്ത്രി ആയിരുന്നത് ലോകം തന്നെ ആദരിക്കുന്ന രീതിയിലേക്ക് പരിഷ്കാരങ്ങൾ വരുത്തി ഇന്ത്യൻ റെയിൽവേ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ലാലുവിന് നേരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ, ഒന്ന് ലാലുവിന്റെ കാലത്തുണ്ടായിരുന്ന ഈ ഗുണ്ടാരാജാണ്, പ്രത്യേകിച്ച് യാദവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന RJയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാരാജാണ്. മറ്റൊന്ന് അഴിമതി ആരോപണമാണ്. തീർച്ചയായും അതാണ്. അത്തരത്തിൽ ലാലുവിൻ്റെ ഒരു പതനവും ബീഹാറിൽ ഒരു കാലഘട്ടത്തിൽ നടന്നു. പക്ഷേ ലാലു പിന്നിൽ ഇരുന്നു കൊണ്ട് റാബ്രി ദേവിയെ കൊണ്ട് സംസ്ഥാനത്ത് നയിച്ച ചരിത്രമുണ്ട്. പക്ഷെ മനു, ഇവിടെ RJDയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമല്ലേ? ലാലു നയിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല. ഒന്ന്, കുടുംബവാഴ്ച എന്ന ആക്ഷേപം ഈ RJD നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ തേജസ്വി യാദവാണ് ഇത്തവണ മുഖ്യമന്ത്രി മുഖം എന്നത് RJDയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതേ കുടുംബത്തിൽ നിന്ന് തന്നെ തേജ് പ്രതാപ് പിണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രവുമല്ല, കോൺഗ്രസ് ഉൾപ്പെടെ ഈ മഹാസഖ്യത്തിൻ്റെ ഗഡ്ബന്ധൻ്റെ മറ്റു മുഖങ്ങളൊന്നും തേജസ്വിയെ പോലെ അത്രമേൽ പ്രതാപമുള്ള മുഖങ്ങളല്ല. അതുകൊണ്ട് തന്നെ മഹാസഖ്യത്തിന് മാത്രമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് RJDയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായി മാറുന്നില്ലേ? ഇവിടെയും പരാജയപ്പെട്ടാൽ ഇത്രയും നാൾ പ്രതിപക്ഷത്തിരിക്കുന്ന RJDക്ക് ഇനിയൊരു ഭാവി ഉണ്ട് എന്ന് കരുതാനാകുമോ? ഇതിൽ അഭിലാഷ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വോട്ടർ മെമ്മറി ഈസ് ഇൻക്രീസിംഗ്ലി ഡിക്രീസിങ് എന്നൊരു പ്രയോഗം ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് വോട്ടർമാർ ഇപ്പോൾ ഒരു 5 കൊല്ലത്തിന് മുൻപുള്ള കാര്യങ്ങൾ പലതും അങ്ങനെ വലിയ തോതിൽ ഓർക്കുന്നില്ല. ലാലു പ്രസാദിൻ്റെ അന്നത്തെ വലിയ വിപ്ലവകരമായ നീക്കം ഓർക്കുന്നില്ല. അവർ ഈ ഒരു 5 വർഷത്തിനകത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 10 വർഷത്തിനകത്തുള്ള കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് പല വോട്ടർമാരും ചിന്തിക്കുന്നില്ല. യുവാക്കളായ വലിയ വോട്ടർമാർക്ക് ഇങ്ങനെ ഒരു ചരിത്രം പലതും അറിയുന്നില്ല. മാത്രവുമല്ല, അവർക്ക് മുന്നിലുള്ള തേജസ്വി 6ാം ക്ലാസ് തോറ്റയാളാണ്. അങ്ങനെ വലിയ ഒരു പ്രാവീണ്യമുള്ള ഒരാളല്ല. ഒരു തവണ ഉപമുഖ്യമന്ത്രിയായി അന്ന് ഒരു യുവമുഖമായി ഒക്കെ വന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു ബീഹാറിനെ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നൊരു നേതാവാണോ എന്ന സംശയം വിദ്യാസമ്പന്നരായ വലിയ വിഭാഗത്തിനുണ്ട്. അതുപോലെ ഉയർന്ന ജാതിക്കാരുടെ ഒരു പിന്തുണയില്ല. യാദവരല്ലാത്ത മറ്റ് OBC-കളൊന്നും അങ്ങനെ ഇപ്പോൾ BJPയെ വിട്ടുപോകുന്നില്ല. അതേസമയം SC ST വിഭാഗങ്ങളിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ BJP വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പ്രതികൂലമായി ബാധിക്കും ഒരു വശത്ത് എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗുണ്ടാരാജ് ബീഹാർ വലിയ തോതിൽ എല്ലാ ഘട്ടത്തിലും ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അവിടെ നിന്ന് മാറണമെന്നൊരാവശ്യം ഉണ്ടാകുന്നു. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ബീഹാറിൽ പോവുകയും അവിടെ വ്യാപകമായി യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്താണ്. നമ്മൾ പണ്ട് കണ്ടൊരു ബീഹാറിൽ നിന്ന് വലിയ തോതിലുള്ള മാറ്റം വന്നു. ഗംഗാനദി അവിടെ 5 കിലോമീറ്റർ വീതിയിലാണ് ഒഴുകുന്നത്. അതിന് കുറുകെ പാലം വരികയാണ്. അതുപോലെ പല സ്ഥലങ്ങളിലെ തീവണ്ടി കേന്ദ്രങ്ങൾ എല്ലാം ഉയർന്ന സാഹചര്യങ്ങളിലേക്ക് മാറുന്നു. AC റെസ്റ്റിംഗ് റൂമുകൾ വരുന്നു. ആളുകൾക്ക് അല്ല, പക്ഷേ പാലങ്ങൾ പണിതാൽ പട്ടിണി മാറുമോ? പാലങ്ങൾ പണിതാൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകുമോ എന്ന് RJD ചോദിച്ചു. അല്ല, അതാണ് ഇതിൽ ഒരു കാര്യം. എല്ലാ